ഹാപ്പി 60th ബർത്ത്ഡേ കിച്ചു. ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിസ് ചെയ്തു. അടുത്ത വർഷം നമുക്ക് അടുത്തൊരു ഹാപ്പി ബർത്ത്ഡേ കിച്ചു കുഞ്ഞമ്മ. ഹാപ്പി ബർത്ത്ഡേ കിച്ചു കുഞ്ഞമ്മ. ഹാപ്പി ബർത്ത്ഡേ കിച്ചു കുഞ്ഞമ്മ. എന്താണ് പരിപാടി ബർത്ത്ഡേ ആയിട്ട്? നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ അവിടെ വരുമ്പോഴത്തേക്കും? എന്തായാലും ബർത്ത്ഡേ നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം. പിന്നെ ഇനിയുള്ള വർഷങ്ങൾ സന്തോഷവും സമാധാനവും ആരോഗ്യവും ഉള്ള വർഷങ്ങളായിരിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ബൈ ബൈ. ഹാപ്പി ബർത്ത്ഡേ കിച്ചു കുഞ്ഞമ്മ. ബർത്ത്ഡേ കിച്ചു. ഞാനിപ്പോൾ ബഹ്റിനിലാണ്. എൻ്റെ മോളുടെ കുഞ്ഞുവാവയുടെ ബേബി സിറ്റിങ്ങിന് ഇവിടെ വന്നിരിക്കുകയാണ്. അത് കാരണം കിച്ചുവിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ശ്രുതിയോട് പറഞ്ഞു, ശ്രുതി ഇങ്ങനെ ഞാൻ ബഹ്റിനിലാണെന്ന് പറഞ്ഞപ്പം ശ്രുതി പറഞ്ഞു, ആൻറ്റിയുടെ പ്രസൻസ് വേണം, നിങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ശരി എന്നാൽ വീഡിയോ കോൾ ചെയ്യാം എന്നും പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചത്. പിന്നെ കിച്ചുവിൻ്റെ എൻ്റെയും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ LKG തൊട്ട് കോളേജ് യൂണിവേഴ്സിറ്റി ലെവൽ വരെ ഒന്നിച്ചായിരുന്നു. ട്രാവൽ ചെയ്യണത് സെയിം സ്കൂൾ ബസ്സിലായിരുന്നു. പിന്നെ ഹോസ്റ്റൽ ലൈഫും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ കല്യാണം കഴിച്ച് ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്ന് ഇപ്പം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് സെറ്റിൽ ചെയ്യുവാണ്. അപ്പോഴും ഞാനും കിച്ചുവുമൊക്കെ എപ്പോഴും കാണും, മീറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്കൂൾ ഡേയ്സ് എന്ന് പറയണേ, കിച്ചു ഞാനും കൂടെ സ്പോർട്സിന് ചേരും, ബാസ്കറ്റ്ബോളിന് ചേരും, എല്ലാത്തിനും ചേരുമായിരുന്നു. പക്ഷേ കിച്ചു ഷോർട്ട് പുട്ടിന് ഭയങ്കര മിടുക്കിയായിരുന്നു. അപ്പം എനിക്ക് ഷോർട്ട് പുട്ടിനൊന്നും കിട്ടാറില്ല. അപ്പം അങ്ങനെ ഒരു അസൂയ തോന്നിയിട്ടുണ്ട് കിച്ചുവിൻ്റെ അടുത്ത്. പിന്നെ കിച്ചു പഠിക്കണ കാലത്ത് ഒരു ചബ്ബി ഗേളായിരുന്നു. ഷി വാസ് സ്വീറ്റ് ആൻഡ് ഗുഡ് ലുക്കിംഗ്. അപ്പം അങ്ങനെ അവളെ റീസൺ ആണെന്ന് എനിക്കറിഞ്ഞില്ല. ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും അവളെ കുട്ടിയാനാന്ന് വിളിക്കുമായിരുന്നു. അപ്പം അങ്ങനെ ആ പേര് ഇപ്പോഴും അമ്പിച്ചേട്ടൻ അറിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ ഇടയിൽ കുട്ടിയാന ഇപ്പോഴും ഞങ്ങളത് വിളിക്കാറുണ്ട്, പറയാറുണ്ട്. അങ്ങനെ കിച്ചു ആണെങ്കിൽ പഠിക്കാനും മിടുക്കിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോഴൊക്കെ ആണെങ്കിൽ വേറെയും ഞങ്ങൾ 5 പേരുണ്ട് ഇപ്പം ട്രിവാൻഡ്രത്ത് സെറ്റിൽ ചെയ്തിരിക്കണം. NVKC പഠിച്ചവരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞങ്ങൾ രാവിലെ ലുലു ഏകദേശം ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് അവിടെ എത്തും. എന്നിട്ട് ഞങ്ങൾ അവിടെ ഒരു കോർണർ സീറ്റ് പിടിക്കും, അവിടെ കയറിയിരിക്കും, ചായ കുടിക്കും, പിന്നെ ഒരു കറങ്ങും. എന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ച്, പിന്നെ വൈകുന്നേരത്തെ ഈവനിങ് ടീ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാം. പക്ഷെ ആർക്കും പോകണ്ട അങ്ങനെ. എന്നിട്ട് ഷോപ്പിങ്ങിനായിട്ട് വേറെ ദിവസങ്ങളിൽ പോകും. പക്ഷെ അന്ന് ഒരു ഷോപ്പിംഗ് നടക്കില്ല. പക്ഷെ ഞങ്ങൾ സ്കൂൾ ഡേയ്സിനെ കുറിച്ചും പിന്നെ ഞങ്ങളെല്ലാവരും റിലേറ്റഡും കൂടെയാണ്. അപ്പം കുറേ പേരെ അറിയാം അങ്ങനെ. പിന്നെ സെയിം പ്ലേസിൽ നിന്നാണ്, കൊലശേഖരം. അപ്പോൾ എല്ലാവർക്കും തമ്മിലറിയാം. അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് അവസാനം ഒരു 6:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ അപ്പനെ പോവും. പിന്നെ ഈ കുട്ടിയാനയുടെ കുട്ടി കുറുമ്പുകളെയൊക്കെ കുറിച്ച് എൻ്റെ ബാക്കി ഫ്രണ്ട്സ് അവിടെ 3 പേര് വന്നിട്ടുണ്ട്. ഒരാളില്ലാന്ന് തോന്നുന്നു. അവർ 3 പേരും ഷെയർ ചെയ്യും ബാക്കി കുട്ടിയാനയുടെ കുട്ടിക്കുറിപ്പുകളെ കുറിച്ച്. ഹാപ്പി ബർത്ത്ഡേ കിച്ചു. I love you so much. Enjoy the Happy 60th birthday, Kichu Kunyama.